ഹലോ. ദാ ഇതേപോലെ ഒരു വൈറ്റ് ടീ ആണ്. പിന്നെ ഇതേപോലെ ഏതെങ്കിലും ഒരു കളർ യാണും കയ്യിലുണ്ടെങ്കിൽ നമുക്കൊരു വിന്റർ ബിയർ ചെയ്താലോ? എല്ലാ അമിഗുരുമി ഡോൾസ് പോലെയും ആസ് യൂഷ്വൽ ഇതും ഒരു MR മാജിക് റിങ്ങിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പാറ്റേൺ കേൾക്കുമ്പോൾ കുറച്ച് കോംപ്ലിക്കേഷൻ തോന്നുമെങ്കിലും നിങ്ങളിത് കറക്റ്റായിട്ട് നോട്ട് ചെയ്തെടുത്താൽ അത്ര കോംപ്ലിക്കേഷൻ ഇല്ല എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് നമ്മുടെ സാധാ വൂളൻ യാണാണ്. നമ്മുടെ ലോക്കൽ സ്റ്റോറിലൊക്കെ 12 രൂപ 10 രൂപ ഓരോ സ്ഥലങ്ങളിലും ഓരോ വിലയ്ക്കൊക്കെ കിട്ടും. ആദ്യം നമ്മളിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് വിന്റർ ബിയറിന്റെ 2 കൈകളാണ് കേട്ടോ. ആസ് യൂഷ്വൽ മാജിക് റിങ്ങിൽ 6 സിംഗിൾ ക്രോഷേ, അതങ്ങോട്ട് ഒരു ലൂപ്പ് ആക്കിയതിന് ശേഷം ടൈറ്റ് ചെയ്യുക. സ്ലിപ്പ് സ്റ്റിച്ചിൽ ആ ഒരു റൗണ്ട് ക്ലോസ് ചെയ്തെടുക്കുക. സെക്കൻഡ് റൗണ്ടിൽ നോർമലി നമ്മൾ എന്താ ചെയ്യുക, ഇൻക്രീസ് അല്ലേ? പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഒരു സിംഗിൾ ക്രോഷേ, ഒരു ഇൻക്രീസ്, ഒരു സിംഗിൾ ക്രോഷേ. ഈ ഒരു റൗണ്ട് ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത്. അതായത് ഒരു സിംഗിൾ ക്രോഷേ ചെയ്യുക, അതിന് തൊട്ടിപ്പുറത്തെ സ്റ്റിച്ചിൽ 2 സിംഗിൾ ക്രോഷേ ഒറ്റ സ്റ്റിച്ചിൽ ചെയ്യുക. അതാണ് ഇൻക്രീസ് എന്ന് പറയുന്നത്. ദെൻ എഗെയിൻ ഒരു സിംഗിൾ ക്രോഷേ. ഈ ഒരു പാറ്റേൺ ഈ 3 സ്റ്റിച്ചും 2 വട്ടം ചെയ്യുക. രണ്ടായിട്ട് ചുറ്റി വരുമ്പോൾ ഒരു റൗണ്ട് കംപ്ലീറ്റ് ആവും. ഇപ്പോൾ നമുക്ക് വേണ്ട കൈയുടെ വലിപ്പം ഇവിടം വെച്ച് നമുക്ക് നിർത്താം. ഇനി നമുക്ക് കൈയുടെ നീളം, കൈക്ക് നീളം ഉണ്ടാവണമല്ലോ, അതിന് വേണ്ടിയിട്ടുള്ള സ്റ്റിച്ചാണ് ഇനി നമ്മൾ ചെയ്യാൻ പോണേ. ഇപ്പോൾ നമ്മൾ ടോട്ടൽ 2 റൗണ്ടിലാണ് വലിപ്പം കംപ്ലീറ്റ് ചെയ്തത്. ഇനി 3 മുതൽ 5 വരെയുള്ള റൗണ്ടിൽ ഇപ്പോൾ ടോട്ടൽ നമ്മൾ വർക്ക് ചെയ്തെടുത്ത സാധനത്തിൽ ടോട്ടൽ 8 സ്റ്റിച്ചാണുള്ളത്. ഈ 8 സ്റ്റിച്ചും 3 മുതൽ 5 വരെയുള്ള റൗണ്ടിൽ കണ്ടിന്യൂ ചെയ്തങ്ങ് തയ്ച്ചു പോവുക. അപ്പോൾ നമ്മുടെ കൈക്ക് വേണ്ട ആ ഒരു നീളം കിട്ടും. അറ്റ് ലാസ്റ്റുള്ള റൗണ്ട്, അതായത് 6ാമത്തെ റൗണ്ടിൽ നമ്മുടെ കൈ ബോഡിയോട് ജോയിൻറ്റ് ചെയ്യുന്ന പോർഷനാണ് ലാസ്റ്റ് റൗണ്ട്. അവിടുത്തെ സ്റ്റിച്ച് എന്ന് പറയുന്നത് സിംഗിൾ ക്രോഷേ, ഡിക്രീസ്, സിംഗിൾ ക്രോഷേ. ഈ 3 സ്റ്റിച്ച് 2 വട്ടം റിപ്പീറ്റ് വരുമ്പോൾ ആ ഒരു റൗണ്ടും കംപ്ലീറ്റ് ആവും. അങ്ങനെ നമ്മുടെ വിന്റർ ബിയറിൻ്റെ കൈ ശരിയായിട്ടുണ്ട്. ഇതേ പാറ്റേണിൽ തന്നെ വേറെ ഒരെണ്ണം കൂടെ തയ്ച്ചെടുക്കുക. അങ്ങനെ 2 കൈ കംപ്ലീറ്റ് ആയി. പിന്നെ ഞാൻ എന്താ ഇത്ര ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരുന്നത്, എഴുതി കാണിച്ചാൽ പോരെ എന്നൊക്കെ ചോദിക്കുന്നവരോട് എല്ലാവർക്കും മനസ്സിലാവണമില്ല എന്ന് എനിക്ക് കുറച്ച് വീഡിയോസ് ഇട്ടപ്പോൾ മനസ്സിലായി. ഇതിനെപ്പറ്റി ഒന്നും അറിയാത്ത ആളുകളുണ്ട്, എന്നാൽ അത്യാവശ്യം കുറച്ചൊക്കെ അറിയാവുന്നവരുണ്ട്, നന്നായിട്ട് അറിയാവുന്നവരുണ്ട്. നന്നായിട്ട് അറിയുന്നവർക്ക് ഇത് അത്ര വലിയ കാര്യമായിട്ട് തോന്നില്ല, ഇതൊക്കെ ഓവറല്ലേ എന്ന് തോന്നും. കുറച്ചറിയാവുന്നവർക്ക് ഇത് ഭയങ്കര ബോറിംഗ് അല്ലേ, പെട്ടെന്നൊന്ന് പറഞ്ഞു തീർത്തിരുന്നെങ്കിൽ എന്ന് തോന്നും. ഒന്നും അറിയാത്തവർക്ക് കുറച്ചുകൂടെ അറിഞ്ഞിരുന്നെങ്കിൽ എന്ന് തോന്നും. അതുകൊണ്ട് നമുക്ക് ആരെയും കുറ്റം പറയാൻ പറ്റില്ല. ഇതേപോലെ ചെറിയ ചെറിയ ഡോൾസൊക്കെ ഉണ്ടാക്കിയെടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ള ആഗ്രഹം കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചെയ്തു കൊടുത്ത് ഇതിൽ നിന്നൊരു വരുമാനം ഉണ്ടാക്കാം എന്ന് പ്രതീക്ഷിച്ച് അങ്ങനെ പഠിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോസ് ചെയ്യുന്നത്. കാരണം ഇതല്ലാതെ ഒരുപാട് ആർട്ട് വർക്കുകൾ വേറെ ഇതേപോലെ സ്വന്തമായി പഠിച്ചിട്ട് അതിൽ നിന്നൊക്കെ വലിയ രീതിയിൽ അല്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ഏണിങ്സ് സമ്പാദിച്ച വ്യക്തിയാണ് ഞാൻ. ഡ്രോയിങ്ങിൽ തന്നെ പല കാറ്റഗറി ഉണ്ടല്ലോ. പെൻസിൽ ഡ്രോയിങ്, കളർ പെൻസിൽ ഡ്രോയിങ്, സ്കെച്ച്, കാരിക്കേച്ചർ, പെയിൻറ്റിങ്, സ്റ്റെൻസിൽ, അങ്ങനെ പല പല കാറ്റഗറി ഉണ്ട്. ഇതെല്ലാം ട്രൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഹൂപ്പ് ആർട്ട്, എംബ്രോയ്ഡറി വർക്കുകൾ, അങ്ങനെ എല്ലാത്തിലും എനിക്ക് കസ്റ്റം മെയ്ഡ് വർക്കുകൾ വന്നിട്ടുമുണ്ട്. അതൊക്കെ ചെയ്ത് കൊടുത്തിട്ടുമുണ്ട്. നല്ല വരുമാനം കിട്ടിയിട്ടുമുണ്ട്. അങ്ങനെയാണ് ഞാനും ക്രോഷയിലേക്ക് ഒന്ന് തിരിഞ്ഞത്. പുതിയൊരു വർക്ക് പഠിച്ചാൽ അതും മറ്റുള്ളവർക്ക് ഇതേപോലെ ചെയ്തു കൊടുക്കാം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി. പിന്നെ ഇതൊന്നും ഞാൻ തള്ളിയതല്ല കേട്ടോ. ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ വർക്കുകളുടെയും മോഡലുകൾ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കിടപ്പുണ്ട്. ഡൗട്ടുള്ളവർക്കും സപ്പോർട്ട് ചെയ്യണമെന്നുള്ളവർക്കും ഒന്ന് കയറി നോക്കാം. ലെഗും ഇതേപോലെ 2 എണ്ണം ഉണ്ടാക്കിയെടുക്കണം. പക്ഷേ ഇവിടെ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ, 2ഉം യാൺ കട്ട് ചെയ്ത് മാറ്റരുത്. ഒരെണ്ണം മാത്രമേ യാൺ കട്ട് ചെയ്ത് സെപ്പറേറ്റ് ആക്കാവുള്ളൂ. സെക്കൻഡ് വണ്ണിൽ എന്ത് ചെയ്യണം, യാൺ കട്ട് ചെയ്യാതെ ഈ ഫസ്റ്റ് വണ്ണുമായിട്ട് ഒരു സിംഗിൾ ക്രോഷേ വെച്ച് ജോയിൻറ്റ് ചെയ്ത് പോകണം. എന്നിട്ട് അതിൽ നിന്നാണ് നമ്മൾ ബോഡി പോർഷൻ മേളിലേക്ക് സ്റ്റിച്ച് ചെയ്ത് വരുന്നത്. ഇതൊരു നോൺ സ്റ്റിച്ചിങ് പാറ്റേൺ ആണ്. എന്താണെന്ന് പറഞ്ഞു തരാം. വേറെ ഒന്നുമില്ലെന്നേ. നമ്മൾ സാധാരണ ഒരു ഡോള് ചെയ്യുമ്പോൾ 2 രീതിയിൽ ചെയ്യാം. ഒന്ന്, ഡോളിൻ്റെ ഹെഡ് വേറെ ഉണ്ടാക്കി, ബോഡി വേറെ ഉണ്ടാക്കി, ആംസ് വേറെ, ലെഗ് വേറെ ഉണ്ടാക്കിയതിന് ശേഷം ഇതെല്ലാം ഒന്നിച്ചൊരു നീഡിലെടുത്ത് തയ്ച്ച് ജോയിൻറ്റ് ചെയ്തെടുക്കും. അതല്ലാന്നുണ്ടെങ്കിൽ ഇതേപോലെ കൈ 2 എണ്ണം തയ്ച്ച് വെച്ചതിന് ശേഷം കാല് 2 എണ്ണം തയ്ച്ച് തുടങ്ങും. അതിൽ ഒരു കാല് മറ്റതിനോട് ജോയിൻറ്റ് ചെയ്ത് ബോഡി കണ്ടിന്യൂ ചെയ്ത് പോകും. എന്നിട്ട് ബോഡി ഷോൾഡറിൻ്റെ പോർഷൻ എത്തുന്ന സമയമ്പോഴേക്കും നമ്മുടെ ഈ 2 കൈയിലും ജോയിൻറ്റ് ചെയ്ത് ഇതിനോടൊപ്പം തന്നെ ബോഡിയോടൊപ്പം തയ്ച്ചു പോകും. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ലാസ്റ്റ് ടൈമിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ബോഡി പാർട്സ് ഒന്നും തയ്ച്ച് വെക്കേണ്ട ആവശ്യമില്ല. അതിനെയാണ് നമ്മൾ നോൺ സ്റ്റിച്ചിങ് പാറ്റേൺസ് എന്ന് പറയുന്നത്. പിന്നെ എനിക്കിതിലൊരു അബദ്ധം പറ്റി. ഞാനൊരു പോർഷൻ സ്കിപ്പ് ചെയ്തു. 2 ചെവി കൂടെ ഉണ്ടായിരുന്നു. അത് നമ്മൾ ഈ വർക്കിൽ ചെയ്യുന്നില്ല. അതെനിക്കൊരു അബദ്ധം പറ്റിയത്. ഞാൻ നോട്ട് ചെയ്തത് പേപ്പറിൻ്റെ ലാസ്റ്റായിരുന്നു ചെവിയുടെ പാറ്റേൺ എഴുതിയിരുന്നത്.
പക്ഷേ അതിന് തൊട്ട് മുന്നേ സ്കാർഫ് ഉണ്ടാക്കി ഞാൻ നിർത്തി. അപ്പം ഞാൻ വിചാരിച്ചു ഇതോടെ കഴിഞ്ഞു എന്ന്. പക്ഷെ കഴിഞ്ഞിട്ടില്ലായിരുന്നു. ഇപ്പോൾ ഈ ലോങ് വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഞാൻ ഇയേഴ്സിൻ്റെ പാറ്റേൺ കാണുന്നതും ഇയേഴ്സ് ഉണ്ടായിരുന്നല്ലോ എന്ന് ചിന്തിക്കുന്നത് പോലും. എന്തായാലും എനിക്ക് വെക്കാൻ പറ്റിയില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വെക്കാതിരിക്കണ്ട കേട്ടോ. നിങ്ങൾക്ക് മാക്സിമം സുന്ദരക്കുട്ടപ്പനാക്കാം. അതുകൊണ്ട് ഇയേഴ്സിൻ്റെ പാറ്റേൺ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. ഈ പാറ്റേൺസ് ഒക്കെ എവിടെ നിന്ന് ഒപ്പിക്കുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിൻട്രസ്റ്റിൽ ഒരുപാട് പാറ്റേൺസ് ഉണ്ട്. അതല്ലാതെ ഒരുപാട് യൂട്യൂബ് വീഡിയോസ്, ഈ ഫോറിനേഴ്സിൻ്റെയൊക്കെ വളരെ നല്ല സിമ്പിളായിട്ടുള്ള, വളരെ ഡിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലാത്ത, ഇതേപോലെ കിടന്ന് സംസാരിക്കാത്ത ഒരുപാട് ട്യൂട്ടോറിയൽ വീഡിയോസ് ഉണ്ട്. അവരങ്ങനെ സംസാരമൊന്നും ഉണ്ടാവില്ല, അവരെല്ലാം എഴുതി കാണിക്കലായിരിക്കും. അങ്ങനെ നമുക്ക് വളരെ കാമായിട്ടിരുന്ന് അവരുടെ ഒപ്പം ചെയ്യാം, പഠിക്കാം. അങ്ങനെയുള്ള ഒരുപാട് ചാനലുകളൊക്കെ ഉണ്ട്. അപ്പോൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്കും കിട്ടും കേട്ടോ. ഇനി നമുക്ക് 3 സിംഗിൾ ക്രോഷേ ഒന്നിച്ചെടുത്ത് ഇതേപോലെ കൈ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അറ്റ് ലാസ്റ്റ് നമ്മൾ ഈ ഹെഡിൻ്റെ പോർഷനിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് ലാസ്റ്റിലത്തെ ആ ഹോളില്ലേ, അത് നമ്മൾ സൂചി കൊണ്ട് തയ്ക്കുന്ന ഒരു പ്രത്യേക രീതിയിലാണ്. അത് ഞാൻ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് ഷോർട്സിലും ലോങ് വീഡിയോ ഏതിലെങ്കിലും ഞാൻ പോസ്റ്റ് ചെയ്തേക്കാം കേട്ടോ. പ്രത്യേകിച്ചൊന്നുമില്ല. നൂല് സൂചിയിൽ കയറ്റുക. ആദ്യത്തെ സ്റ്റിച്ചിൻ്റെ ഫ്രണ്ടിലത്തെ ഹോളിലൂടെ സൂചി കയറ്റി കഴിഞ്ഞാൽ തൊട്ടിപ്പുറത്തെ സ്റ്റിച്ചിൻ്റെ ബാക്കിലത്തെ ഹോൾ വഴി കയറ്റുക. അങ്ങനെ ഒരു റൗണ്ട് കഴിയുമ്പോഴേക്കും നമ്മുടെ ആ യാണൊന്ന് വലിച്ചങ്ങോട്ട് പിടിച്ചു കഴിഞ്ഞാൽ ആ ഹോൾ അങ്ങ് തനിയെ അങ്ങ് അടയും. അത്രേ ഉള്ളൂ സംഭവം. ഇനി നമുക്ക് കണ്ണും മൂക്കും വെക്കുന്ന പരിപാടി. എൻ്റെ ആ ചാർജറിൻ്റെ കവർ ഞാൻ ചെയ്ത സമയത്ത് ഒരു കമൻറ്റ് വന്നിരുന്നു, കുറച്ചുകൂടെ വൃത്തിയായിട്ടുള്ള കണ്ണൊക്കെ വെച്ചിരുന്നത് നല്ല ഭംഗിയായിരുന്നു. നമ്മുടെ കയ്യിൽ കണ്ണൊക്കെ ഉണ്ട്, പക്ഷേ അത് ഞാൻ അധികം എടുക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഈ ഒരു സാധനങ്ങൾ നമുക്ക് വളരെ ലിമിറ്റായിട്ട് ഇതിൻ്റെ റിസോഴ്സസ് നമുക്ക് കിട്ടുകയുള്ളൂ. അതുകൊണ്ട് തന്നെ സാധനങ്ങൾ ഇങ്ങനെയുള്ള നമ്മുടെ വീഡിയോ ആവശ്യങ്ങൾക്ക് വേണ്ടി എടുത്തു ചാടി പ്രയോഗിക്കാൻ എനിക്ക് അത്ര മനസ്സ് പോരാ. കാരണം നാളെ നമുക്കൊരു കസ്റ്റമർ വർക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ കയ്യിൽ സാധനം ഉണ്ടാകണമെന്നില്ല. പിന്നെ ഞാൻ ഇത് കീറിപ്പറിക്കാൻ നിൽക്കേണ്ടി വരും. അതുകൊണ്ട് മാക്സിമം ചിലവ് ചുരുക്കിയാണ് നമ്മൾ ഈ വീഡിയോസൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ടാണ് നൂലുകൊണ്ട് തന്നെ കണ്ണും മൂക്കൊക്കെ ചെയ്യുന്നത്. ഇനി നമുക്ക് സ്കാർഫ് ഉണ്ടാക്കാം. സ്കാർഫിന് മുന്നേ ചെവി ഉണ്ടാക്കാനാലും മറക്കല്ലേ. പാറ്റേൺ ഡിസ്ക്രിപ്ഷനിലുണ്ട്. പിന്നെ നമ്മുടെ സ്കാർഫിൻ്റെ പാറ്റേൺ വേറെ ഒന്നും ഇല്ലെന്നേ. 40 ചെയിൻ ഉണ്ടാക്കിയെടുക്കുക. അതിലേക്ക് 2 ചെയിൻ സ്കിപ്പ് ചെയ്തതിന് ശേഷം ബാക്കി 38 ചെയിനിലും ഇതേപോലെ ഡബിൾ ക്രോഷേ അങ്ങ് ചെയ്തെടുക്കുക. നമ്മുടെ സ്കാർഫ് റെഡിയായി. സ്കാർഫിന് ഇത്ര വീതി വേണ്ട എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു ചെയിൻ മാത്രം അങ്ങ് ഉണ്ടാക്കി ചുറ്റി ഇതേപോലെ ഒരു ഗ്ലൂ ഗണ്ണ് വെച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി. കഴിഞ്ഞു. പിന്നെ നമ്മൾ ഷോർട്ട് വീഡിയോ ഇട്ടപ്പോൾ അതിലൊരു സബ്സ്ക്രൈബർ ചോദിക്കുകയുണ്ടായി, ഹാർട്ട് ഉണ്ടാക്കാൻ ഹെൽപ്പ് ചെയ്യുമോ, ട്യൂട്ടോറിയൽ വീഡിയോ ഇടുമോയെന്ന്. സോ നമ്മുടെ നെക്സ്റ്റ് വീഡിയോ ഹാർട്ട് ഉണ്ടാക്കുന്നതായിരിക്കും. അത് ഒരു ഹാർട്ടല്ല, പല തരത്തിൽ ക്രോഷ് ചെയ്യാൻ പറ്റുന്ന ഹാർട്ടുകൾ. അതിലിഷ്ടമുള്ള ഹാർട്ട് നിങ്ങൾക്ക് ക്രോഷ് ചെയ്തെടുക്കാം. എല്ലാത്തിൻ്റെയും പാറ്റേണും ട്യൂട്ടോറിയലും നമ്മുടെ ആ വീഡിയോയിലുണ്ടാവും കേട്ടോ. നമ്മുടെ ഡെസ്കിലുള്ള ഒരുപാട് ചേട്ടന്മാർക്ക് ഇനി ഒരു പുതിയൊരു ചേട്ടൻ കൂട്ട്. ഈ കുഞ്ഞിനും കൂടെ നമ്മുടെ ഡെസ്കിൽ ഇനി മുതലുണ്ടാവും. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ബൈ.